മാളച്ചാലിൽ ഉപ്പുവെള്ളം കയറിയതിൽ പ്രതിക്കൂട്ടിലായി ഗ്രാമപഞ്ചായത്ത്. വെള്ളത്തിൽ ഉപ്പ് കയറാതിരിക്കാൻ സ്ഥിരം തടയണ ഒരുക്കണമെന്ന പൊതു ആവശ്യം പഞ്ചായത്ത് നിരാകരിച്ചതാണ് ഭരണസമിതിക്ക് വിനയായിരിക്കുന്നത്. കൊടശ്ശേരി പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സായ കുട്ടാടൻചിറയെ പഞ്ചായത്ത് അവഗണിക്കുന്നതായി ആക്ഷേപം. കടുത്ത വേനലിലും പ്രദേശത്തെ കിണറുകളിൽ ജലവിധാനം നിലനിർത്തുന്ന ചിറ സംരക്ഷണമില്ലാതായതോടെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറി. സ്കൂൾ വിദ്യാർത്ഥികൾ പോലീസ് സ്റ്റേഷൻ സന്ദർശനം നടത്തി. എറിയാട് MIT സ്കൂളിലെ KG സെക്ഷനിലെ വിദ്യാർത്ഥികളാണ് അധ്യാപകരുമൊത്ത് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ സന്ദർശനം നടത്തിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മാളച്ചാലിൽ ഉപ്പുവെള്ളം കയറിയതിൽ പ്രതിക്കൂട്ടിലായി ഗ്രാമപഞ്ചായത്ത്. വെള്ളത്തിൽ ഉപ്പ് കയറാതിരിക്കാൻ സ്ഥിരം തടയണ ഒരുക്കണമെന്ന പൊതു ആവശ്യം പഞ്ചായത്ത് നിരാകരിച്ചതാണ് ഭരണസമിതിക്ക് വിനയായിരിക്കുന്നത്. പഞ്ചായത്ത് തീരുമാനമെടുക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാരും രംഗത്തെത്തി. മാളച്ചാലിൽ ഉപ്പുവെള്ളം കയറിയതായി കണ്ടെത്തി. മാള KK റോഡിന് സമീപത്തെ വെള്ളത്തിലാണ് ഉപ്പുവെള്ളം കലർന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ലാബ് പരിശോധനയിലാണ് കണ്ടെത്തൽ. ഉപ്പുവെള്ളം കയറിയതിനു ശേഷമാണ് താൽക്കാലിക തടയണ കെട്ടിയതെന്നും സ്ഥിരം സംവിധാനം ഒരുക്കണമെന്ന നിർദ്ദേശം അവഗണിച്ചതിനാൽ ഉത്തരവാദികൾ ആയവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. മാളച്ചാലിനോട് ചേർന്ന് കാവനാട്, മാള ടൗൺ, ഗംഗ തിയേറ്റർ പ്രദേശം, പൊയ്യ പഞ്ചായത്തിലെ 3-ാം വാർഡ് പ്രദേശം സഹിതം ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. വേനൽ രൂക്ഷമാകുന്നതോടെ പ്രദേശങ്ങളിലെ കിണറുകളിലെ വെള്ളം കുറയുമ്പോൾ ഉപ്പുവെള്ളം കയറി കിണറുകൾ മലിനപ്പെടാനും കൃഷി നശിക്കാനും സാധ്യതയേറെയാണ്. ഉപ്പുവെള്ളം കയറിയതോടെ നിലവിൽ ചാലിലെ പായലുകൾ ഉണങ്ങിയ നിലയിലാണ്. മാളച്ചാലിന് സമീപമുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ പൊതു ശൗചാലയത്തിൽ പോലും പുറത്തുനിന്ന് വെള്ളം കൊണ്ടുവന്നാണ് പ്രവർത്തിക്കുന്നത്. പലപ്പോഴും വെള്ളം ലഭിക്കാതെ അടച്ചിടുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മാളച്ചാലിലെ വെള്ളം ഉപ്പ് കയറാതെ ശുദ്ധജലമായി സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിന് സമീപം കിണർ കുഴിച്ച് വെള്ളം ഉപയോഗിക്കാമെന്ന കാര്യവും അധികൃതർക്ക് ശ്രമിക്കാവുന്നതാണ്. ഉപ്പുവെള്ളം കയറാതിരിക്കാനും മഴക്കാലത്ത് അധിക വെള്ളം ഒഴുക്കിവിടാനും തടസ്സമായ നിലവിലുള്ള കോൺക്രീറ്റ് കെട്ട് നീക്കം ചെയ്ത് സ്ഥിരം തടയണ നിർമ്മിക്കുമെന്ന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം നടപ്പാക്കാത്തതിനെതിരെ പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. അപ്പോൾ ഇത് പൊളിച്ചു കളയണമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ വർഷക്കാലങ്ങളിലും പെയ്യുന്ന മഴയുടെ കഠിനമായ മഴ പെയ്യുമ്പോൾ 30% വെള്ളം പുറത്തോട്ട് ഒഴുകി പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മാളക്കുളം മുതലുള്ള പരിസര പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ നിലവിലെ കോൺക്രീറ്റ് സ്ലോയ്സിനുള്ളിൽ കമ്പും കോലുമെല്ലാം വെച്ച് ഈ കട്ടയും കല്ലുമെല്ലാം ഇട്ട് അടയ്ക്കുമ്പോൾ ഉപ്പ് കയറുകയാണ്. അപ്പോൾ ഉപ്പ് കയറാതിരിക്കാനായിട്ടാണ് ഇനി അവിടെ കെട്ടേണ്ട, പകരം നമുക്ക് ചെളിബണ്ട്, ഒരു ആകെ 3 മീറ്റർ വീതിയുള്ളൊരു തോടാണിത്, അവിടെ ഒരു ചെളിബണ്ട് കെട്ടിയാൽ മതി എന്നുള്ള തീരുമാനമെടുത്തത്. ആ തീരുമാനം പിന്നീട് വന്ന ഭരണസമിതി നടപ്പിലാക്കിയില്ല. MLA കത്ത് കൊടുത്തു, അതുപോലെ ഞാൻ പരാതി പറഞ്ഞ് ഒരു കത്ത് കൊടുത്തത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് കൊടുത്തിട്ടൊന്നും അതൊന്നും അംഗീകരിച്ചില്ല. അതിനെ തുടർന്നാണ് ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി പഞ്ചായത്തെടുത്ത തീരുമാനം നടപ്പിലാക്കാൻ ഒരു ഡയറക്ഷൻ കൊടുത്തു. എന്നിട്ടും മാള ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയില്ല. വീണ്ടും കോടതിയലക്ഷ്യ കേസ് ഫയൽ ചെയ്യേണ്ടി വന്നു. ആ സമയത്താണ് മാള ചാൽ നവീകരണ പദ്ധതി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ഫയലുമായി കോടതിയിലെത്തുകയും അത് നമ്മളെല്ലാവരും വിശ്വസിച്ചു ഒരു നവീകരണ പദ്ധതി വരുന്നുണ്ടെന്ന്. അത് വെറുമൊരു പേപ്പറായിരുന്നു, ഒരു കാര്യമില്ലാത്ത നടപ്പിലാവാത്തൊരു പദ്ധതിയായിരുന്നു പിന്നീടാണ് മനസ്സിലായത്. എന്നാൽ കോടതി ഉത്തരവ് പൂർണ്ണമായും പാലിക്കാതെ നിസ്സംഗത തുടർന്ന പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇപ്പോൾ ഉപ്പുവെള്ളം കയറിയതോടെ പ്രതിക്കൂട്ടിലായിരിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ഷാൻഡി ജോസഫ് മാള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. കോടശ്ശേരി പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സായ കുട്ടാടൻചിറയെ പഞ്ചായത്ത് അവഗണിക്കുന്നതായി ആക്ഷേപം. കടുത്ത വേനലിലും പ്രദേശത്തെ കിണറുകളിൽ ജലവിധാനം നിലനിർത്തുന്ന ചിറയ്ക്കാണ് അധികൃതരുടെ അവഗണന. ചെളിയും ചണ്ടിയും നിറഞ്ഞ് ചിറ നാശത്തിന്റെ വക്കിലാണ്. ചണ്ടിയും ചെളിയും നീക്കം ചെയ്ത് ചിറ സംരക്ഷിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾ പോലീസ് സ്റ്റേഷൻ സന്ദർശനം നടത്തി. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എറിയാട് MIT സ്കൂളിലെ KG സെക്ഷനിലെ വിദ്യാർത്ഥികളാണ് അധ്യാപകരുമൊത്ത് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ സന്ദർശനം നടത്തിയത്. 2 ദിവസങ്ങളിലായി നടന്ന ഈ സന്ദർശനം കുട്ടികൾക്ക് പോലീസിന്റെ പ്രവർത്തനങ്ങളെയും നിയമസംരക്ഷണ സംവിധാനങ്ങളെയും കുറിച്ച് നേരിട്ടറിയാൻ അവസരം നൽകുകയായിരുന്നു.
2 ദിവസങ്ങളിലായി നടന്ന സ്റ്റേഷൻ സന്ദർശനം കുട്ടികൾക്ക് പോലീസിന്റെ പ്രവർത്തനങ്ങളെയും നിയമസംരക്ഷണ സംവിധാനങ്ങളെയും കുറിച്ച് നേരിട്ടറിയാൻ അവസരം നൽകുകയായിരുന്നു. സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികളെ സ്വീകരിച്ചു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BK അരുൺ, SI മാരായ കശ്യപൻ TM, സജിൽ KG എന്നിവർ വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ എടുത്തു. പോലീസ് വിദ്യാർത്ഥി ബന്ധം ശക്തിപ്പെടുത്താനും വിദ്യാർത്ഥികളിൽ സുരക്ഷാബോധം വളർത്താനും ഈ സന്ദർശനം അവർക്ക് ഗുണകരമായി. വിദ്യാർത്ഥികൾക്കായി സമാനമായ അവബോധ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും അവ കുട്ടികളിൽ നിയമബോധം ഉയർത്താനും ശാസ്ത്രീയ ചിന്താവിഷയം വളർത്താനും സഹായിക്കുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാരതീയ ജനതാ പാർട്ടി പുത്തഞ്ചിറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തഞ്ചിറ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. കരിങ്ങിച്ചിറയിൽ കൃത്യസമയത്ത് ബണ്ട് നിർമ്മാണം നടത്താത്തതിന്റെ പേരിൽ പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിലേക്കും കിണറുകളിലേക്കും ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുന്ന സാഹചര്യമാണ്. കിണറുകളിലും ഉപ്പുവെള്ളം കയറി കൃത്യസമയത്ത് ബണ്ട് നിർമ്മാണം നടത്തി ഉപ്പുവെള്ള ഭീഷണി തടയാൻ കഴിയാത്ത പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ കുടിവെള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിൽ ഒരു വാർത്തകൾ വരുന്നു. മാളയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സബ് എഞ്ചിനീയറുടെ സബ് ഡിവിഷണൽ ഓഫീസ് നിർത്തലാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പത്രത്തിലെ മറ്റൊരു വാർത്തയുണ്ട്. തീരദേശ മേഖലയിലെ കുടിവെള്ള വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു ദിവസവും വിലയിരുത്തൽ യോഗം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സബ് ഡിവിഷണൽ ഓഫീസ് ഇവിടെ നിന്ന് നിർത്തിപ്പോയി കഴിഞ്ഞാൽ കുടിവെള്ളത്തിനെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പുത്തഞ്ചിറ, കൊടുങ്ങല്ലൂർ, അതിനു ചുറ്റിപ്പറ്റിയുള്ള തീരദേശ മേഖലയിലെ അഴീക്കോട്, എടവിലങ്ങ്, എസൻപുരം പോലുള്ള പഞ്ചായത്തുകൾ, ഈ പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു പരാതി നൽകണമെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ ഇത് നിർത്തലാക്കി പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ ഇരിഞ്ഞാലക്കുടയിലേക്കോ അല്ലെങ്കിൽ നാട്ടിക മേഖലയിലെ നാട്ടിക സബ് എഞ്ചിനീയർ ഓഫീസിലേക്കോ പോകേണ്ട ഒരവസ്ഥ പുത്തഞ്ചിറ പഞ്ചായത്തിലെയും കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് സംജാതമായിരിക്കുകയാണ്. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് CR സുമേഷ് അധ്യക്ഷനായി. കൊടുങ്ങല്ലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി IS മനോജ്, മണ്ഡലം ജനറൽ സെക്രട്ടറി TG ജെമി, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബിജു, സുരേഷ്, രശ്മി, ശ്രീകുമാർ, സേതു, സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി മറ്റു വാർത്തകളിലേക്ക്. മാളയിൽ ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ഒഴിഞ്ഞ പറമ്പിൽ ചൊവ്വാഴ്ച രാവിലെ 11:30യോടെയായിരുന്നു സംഭവം. മാള ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മാള മണ്ഡലം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാള ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമത്തിൽ AA അഷ്റഫ്, NS വിജയൻ, സോയ് കോലഞ്ചേരി, ജിയോ കൊടിയൻ, KR പ്രേമ, ഷേർലി ജോയ്, ഷൈനി റാഫേൽ, അബി പ്രസാദ്, ജിനേഷ് PR, സൈഫുദ്ദീൻ, ജോയ് ചാക്കോള, മുഹമ്മദ് ഇക്ബാൽ, ലിയോ കൊടിയൻ, സോണി പെട്ടിക്കൽ എന്നിവർ സംസാരിച്ചു. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അതിജീവന സമരം നടത്തുന്ന ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെള്ളാങ്കല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ജ്വാലാ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് AA മുസമ്മിൽ നേതൃത്വം നൽകി. EV സജീവ്, ധർമ്മജൻ വില്ലാടത്ത്, സാബു കണ്ടത്തിൽ, V മോഹൻദാസ്, പ്രശോഭ് അശോകൻ, സലീം അറക്കൽ, മഹേഷ് ആലിങ്കൽ, CK റാഫി, MS മുഹമ്മദ് അലി, സക്കീർ, കബീർ കാരുമാത്ര, JB ആലിയാർ, മല്ലിക ആനന്ദൻ, പഞ്ചായത്ത് അംഗങ്ങളായ MH ബഷീർ, K കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു.
മാള ചക്കാമ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവ വിളംബരമായി മെഗാ തിരുവാതിരക്കളി മത്സരം, നൃത്താധ്യാപകരെ ആദരിക്കൽ, റോബോട്ടിക് ആന സമർപ്പണം, നാമകരണം എന്നിവ നടന്നു. വോയിസ് ഫോർ ഏഷ്യൻസ് എലിഫന്റ്സ് എന്ന സംഘടനയാണ് ക്ഷേത്രത്തിലേക്ക് റോബോട്ടിക് ആനയെ സമർപ്പിച്ചത്. ശിവശക്തി എന്ന ആനയുടെ നാമകരണം ഡോക്ടർ വിശ്വം ഗോപാൽ കെ ഗുരുപദം നിർവഹിച്ചു. ഫെബ്രുവരി 26 വൈകിട്ട് ഉത്സവത്തിന് കൊടിയേറും. മാർച്ച് 4 ഭരണി മഹോത്സവം ആഘോഷിക്കും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം വനിതാ വിങ് യൂത്ത് വിങ്ങിന്റെ നിയോജക മണ്ഡലം ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിർധനനായ സുഹൈൽ എന്ന യുവാവിന് വീട് നിർമ്മിച്ചു നൽകി. വീടിന്റെ താക്കോൽദാന ചടങ്ങ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം വനിതാ വിങ് യൂത്ത് വിങ് ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. വനിതാ വിങ് ജില്ലാ വൈസ് പ്രസിഡന്റ് കുമാരി അനിത അധ്യക്ഷത വഹിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജോയ് മുത്തേടൻ മുഖ്യാതിഥിയായിരുന്നു. വിനോദ് കക്കറ, പവിത്രൻ, KI നജ, വിവിധ യൂണിറ്റ് പ്രസിഡന്റുമാർ എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വെള്ളാങ്കല്ലൂർ ഏരിയ പ്രതിനിധി സമ്മേളനം നടവരമ്പിൽ നടന്നു. ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏരിയ പ്രസിഡന്റ് നീതു രതീഷ് അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ ആരംഭഘട്ടം മുതൽ മെമ്പർഷിപ്പുള്ള ഗിരിജ വല്ലഭനെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം അനിത റോയ്, മിനി പ്രസന്നൻ, MN പങ്കജാഷൻ, നീതു രതീഷ്, മിനി പ്രസന്നൻ, MN പങ്കജാഷൻ, ലതിക ബ്രിജേഷ്, ശാന്ത CC, ബീജ ബാബു എന്നിവർ സംസാരിച്ചു. തയ്യൽ തൊഴിലാളികളെ ESIയിൽ ഉൾപ്പെടുത്തണമെന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അക്രമം തടയണമെന്നും സമ്മേളനം സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. MES അസ്മാബി കോളേജ് അലൂമിനി അസോസിയേഷനും ഫിസിക്സ് വിഭാഗവും സംയുക്തമായി ഇൻസിപ്പീരിയോ ലെക്ചർ സീരീസ് സംഘടിപ്പിച്ചു. കോളേജിലെ ഫിസിക്സ് വിഭാഗം പൂർവ്വ വിദ്യാർത്ഥിയും ഫറൂഖ് കോളേജ് മുൻ അധ്യാപകനുമായ ഡോക്ടർ KK അബ്ദുള്ള മുഖ്യാതിഥിയായിരുന്നു. അലൂനി അസോസിയേഷൻ സെക്രട്ടറി നജീബ്, പ്രസിഡന്റ് ഡോക്ടർ KP സുമേധൻ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹസദ്, ഫിസിക്സ് വിഭാഗം മേധാവി സൗമ്യ, ഡോക്ടർ ഇബിദ ഇക്ബാൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് ബ്ലോക്ക് ഹോൾ ആൻഡ് ഗ്രാവിറ്റേഷൻ വേവ്സ് എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിച്ചു. കാലങ്ങളായി പോലീസിന് വട്ടം കറക്കി ലഹരി വിൽപ്പന നടത്തിയ വിരുദ്ധനെ ചാലക്കുടി പോലീസ് പിടികൂടി. മോതിരക്കണ്ണി ആന്ധ്രാക്കാമ്പാടം സ്വദേശി പുത്തിരിക്കിൽ തട്ടാരത്ത് വിട്ടൽ അലോഷ്യസ് ആണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്നും 5.25 കിലോ കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു. മോതിരക്കണ്ണി സ്വദേശിയാണെങ്കിലും പ്രതി പല സ്ഥലങ്ങളിൽ മാറി മാറി വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. പകൽ സമയങ്ങളിൽ ഹെൽമറ്റ് ധരിച്ച് സ്കൂട്ടറിൽ കറങ്ങി ആവശ്യക്കാർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്ന രീതിയാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് ആവശ്യക്കാരെ കണ്ടെത്തിയിരുന്നത്. വീഡിയോ കോൾ വഴി വിളിച്ച് ഉറപ്പുവരുത്തിയാണ് കഞ്ചാവ് എത്തിച്ചു കൊടുത്തിരുന്നത്. പ്രതിയുടെ സാമൂഹ്യ മാധ്യമ കൂട്ടായ്മയിൽ നുഴഞ്ഞു കയറിയാണ് പോലീസ് ഇയാളുടെ നീക്കങ്ങൾ മനസ്സിലാക്കിയത്. സ്കൂട്ടർ പോലീസ് പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രതി പോട്ട പനമ്പിള്ളി കോളേജിന് പുറകുവശത്തെ ഇടവഴിയിലൂടെ രക്ഷപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും പോലീസ് ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മാളച്ചാലിൽ ഉപ്പുവെള്ളം കയറിയതിൽ പ്രതികൂട്ടിലായി ഗ്രാമപഞ്ചായത്ത്. വെള്ളത്തിൽ ഉപ്പ് കയറാതിരിക്കാൻ സ്ഥിരം തടയണ ഒരുക്കണമെന്ന പൊതു ആവശ്യം പഞ്ചായത്ത് നിരാകരിച്ചതാണ് ഭരണസമിതിക്ക് വിനയായിരിക്കുന്നത്. കോടശ്ശേരി പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സായ കുട്ടാടൻചിറയെ പഞ്ചായത്ത് അവഗണിക്കുന്നതായി ആക്ഷേപം. കടുത്ത വേനലിലും പ്രദേശത്തെ കിണറുകളിൽ ജലവിധാനം നിലനിർത്തുന്ന ചിറ സംരക്ഷണമില്ലാതായതോടെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറി. സ്കൂൾ വിദ്യാർത്ഥികൾ പോലീസ് സ്റ്റേഷൻ സന്ദർശനം നടത്തി. എറിയാട് MIT സ്കൂളിലെ KG സെക്ഷനിലെ വിദ്യാർത്ഥികളാണ് അധ്യാപകരുമൊത്ത് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ സന്ദർശനം നടത്തിയത്.
ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.